അവളോടൊപ്പം കഴിയുന്ന ദിയമോളെ എനിക്ക് കിട്ടണമെങ്കിൽ വന്ദന എന്റെ മിത്രമായിരിക്കണം. ദിയമോളെ ഏറ്റെടുത്ത് സ്വന്തം മകളായി വളർത്തണമെന്നാണ് എന്റെ തീരുമാനം. അവൾക്ക് അവകാശപ്പെട്ട രാജീവേട്ടന്റെ സ്വത്ത് ദിയമോളുടെ പേരിൽ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യും. ഈ തീരുമാനങ്ങളൊക്കെ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ രാഗി? എന്താലോചിക്കാൻ? വിശദമായ ചികിത്സകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തിയിട്ടും നമുക്കൊരു കുട്ടിയില്ലല്ലോ. എന്തുകൊണ്ടാ ദിയമോളെ സ്വന്തം മോളായി ഞാൻ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നത്? അത് ദൈവത്തിന്റെ തീരുമാനം. അതിനെ മറികടക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല സാഗറെ. ദിയമോള് ലോറി കയറി ഇറങ്ങിയിട്ടും തോലയാത്ത ജന്മം. അവള് ജീവിച്ചിരുന്ന രാജീവന്റെ സ്വത്ത് അനുഭവിക്കാവുന്ന പ്രതീക്ഷ വേണ്ട. കാറിടിച്ച് തകർക്കാൻ ഞാൻ ഏർപ്പാടാക്കിയ ലോറി ഡ്രൈവറുടെ മുഖം അവക്കിപ്പോഴും ഓർമ്മയുണ്ടത്രേ. അങ്ങനെയെങ്കിൽ ലോറി ഡ്രൈവറെ അവള് തിരിച്ചറിഞ്ഞ ഈ കേസിലെ പ്രധാന പ്രതി ഞാനാവുന്നുള്ള കാര്യം ഉറപ്പാ. അവളെ എങ്ങനെ ഒന്ന് അവസാനിപ്പിക്കുക? അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചിരിക്കും ഞാൻ. അവളുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു. ജഗ, ജഗ, എന്താലോചിച്ച ഇങ്ങനെ തലപ്പൊണ്ണാക്കുന്ന? അല്ല, അത് പിന്നെ ഞാൻ വിനുവേട്ടന്റെ മനസ്സിനെ കുറിച്ച് ചിന്തിച്ചതാ. സ്വന്തം രക്തത്തിൽ പിറന്ന മക്കള് അച്ഛനും അമ്മയും ചൂഷണം ചെയ്യുമ്പോൾ വിനുവേട്ടൻ അവർക്ക് ആശ്വാസം പകരുന്നു. ആ മനസ്സിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത്. ആ മനസ്സ് ജഗനും ഉണ്ടായാൽ മതി. സ്വന്തം ആൺമക്കൾക്കില്ലാത്ത സ്നേഹം മരുമകനായ ജഗനുണ്ടായ അതും അവർക്കൊരാശ്വാസമായിരിക്കും. ദേ നോക്ക് ജഗ, ഈ അവസ്ഥയില് അച്ഛനും അമ്മയ്ക്കും ആകെ ഒരു ആശ്വാസം ഞാനാ. ജഗൻ എനിക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം. കൂടെ ഉണ്ടാവില്ലേ? വന്ദനേ, ഇനി എത്ര നാൾ എനിക്കതിന് സാധിക്കുമെന്നറിയില്ല. ഞാനാണ് രാജീവ് മേനോന്റെ മരണത്തിന് കാരണക്കാരനെന്ന് അറിയുമ്പോൾ നീ എന്നെ വെറുക്കും. നീ മോനെ അനാഥയാക്കിയത്. അങ്ങളെ വാങ്ങളെ വന്ന് കിടക്ക്, ഉറക്കം വരുന്നു. കിടന്നു.
ഈ സ്നേഹമൊക്കെ ഇനി എത്ര നാളെ കിട്ടുക? എല്ലാം ആക്സിഡന്റിന്റെ സത്യാവസ്ഥ അറിയുന്നതോടെ തീരും. എന്തിനാ എന്റെ അച്ഛനെ കാറടിച്ച് കൊന്നത്? എന്ത് തെറ്റാ എന്റെ അച്ഛൻ അങ്കിളിനോട് ചെയ്തത്? വന്ദനയ്ക്ക് എന്നെക്കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണയൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അവളെന്നെ കൂടുതൽ വിശ്വസിക്കാനും ചേർത്ത് പിടിക്കാനും തുടങ്ങി. എല്ലാം മറന്നൊരു കുടുംബജീവിതത്തിന് അവൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ദിയമോളുടെ കുരുന്ന മനസ്സിലും അതിന്റെ സന്തോഷം കണ്ടു തുടങ്ങി. ആ സമയത്ത് ആക്സിഡന്റ് രഹസ്യം അവരറിഞ്ഞാൽ വന്ദന എന്നെ ശപിക്കില്ലേ? ആട്ടിയിറക്കില്ലേ? ദിയമോളുടെ കണ്ണിലെ കരടാകില്ലേ ഞാൻ? വന്ദനയും ദിയമോളും ഇല്ലാത്ത ജീവിതം ഇനി എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല.